നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞാൻ നാസർ ബേപ്പൂർ. ഉത്തര കേരളത്തിലെ, പ്രത്യേകിച്ച് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെയ്യമാണ് മുത്തപ്പൻ തെയ്യം. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലും കുന്നത്തൂർ, പാടി, പുരളിമല എന്നിവിടങ്ങളിലുമാണ് മുത്തപ്പന്റെ പ്രധാന സങ്കേതങ്ങൾ. എന്നാൽ ഇന്ന് ഗൾഫിൽ UAE അജ്മാനിൽ ഒരു മുത്തപ്പൻ ക്ഷേത്രവും മുത്തപ്പൻ തെയ്യവും കാണാൻ കഴിയുമോ? കഴിയും എന്ന് തെളിയിക്കുകയാണ് കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലേറെ കാലമായി ഇവിടുത്തെ അയ്യപ്പ സേവാ സമിതി തിരുവപ്പന ആഘോഷ കമ്മിറ്റി. ഞാനിപ്പോൾ നിൽക്കുന്നത് ആ മഹോത്സവ വേദിയിലാണ്, അജ്മാൻ ഇന്ത്യൻ അസോസിയേഷനിൽ. ഇത് 16ാമത് ശ്രീ മുത്തപ്പൻ തിരുവപ്പന മഹോത്സവം. പോയി നോക്കാം UAE മുത്തപ്പനെ, കാണാം തിരുവപ്പന, വെള്ളാട്ടം എന്നീ 2 ദൈവിക രൂപങ്ങളുടെ അവതാരമായ പുരളിമല വാഴും മുത്തപ്പ ദേവനെ. സമുദ്രനിരപ്പിൽ നിന്നും 3000-ഓളം അടി ഉയരത്തിൽ പ്രകൃതി രമണീയമായൊരു മല. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിനടുത്താണ് ഈ മല. ഇത് പുരളിമല. ഇവിടെയാണ് ഉത്തര മലബാറുകാരുടെ കണികണ്ട ദൈവമായ മുത്തപ്പൻ ആരൂഢങ്ങളിൽ ഒന്ന്. ഉത്തര മലബാറുകാരെ സംബന്ധിച്ച് അവരുടെ എല്ലാ സങ്കടങ്ങളും, ആവലാദികളും വേവലാദികളും കേൾക്കാൻ, അവയ്ക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ അവർക്ക് സ്വന്തമായൊരു ദേവനുണ്ട്. അതാണ് മുത്തപ്പൻ തെയ്യം. വർഷത്തിലൊരിക്കൽ ആ സന്നിധിയിലെത്തി ആ അനുഗ്രഹങ്ങൾ തേടാതെ, അവിടെ നിന്നുമുള്ള അരുളപ്പാടുകൾ കേൾക്കാതെ ഇവിടുത്തുകാർക്ക് മനസ്സമാധാനമില്ല. എല്ലാ ദുഃഖങ്ങളും ഇറക്കി വയ്ക്കാനുള്ള അത്താണിയാണിത്. വേദനിച്ചെത്തുന്നവരുടെ മുന്നിൽ ആശ്വാസ വാക്കുകളോതുന്ന മുത്തപ്പൻ എല്ലാവർക്കും സ്വന്തമാണ്. അവിടെ ജാതിയോ മതമോ ഒന്നും മതിലുകൾ തീർക്കുന്നില്ല. പണക്കാരനും പാവപ്പെട്ടവനുമില്ല. മുത്തപ്പൻ എല്ലാവരും സമന്മാർ. മുത്തപ്പന്റെ മുന്നിലെത്തുമ്പോൾ അവർ എല്ലാ വിഭാഗീയതകളും മറന്ന് ഒന്നാകുന്നു. ആ മൊഴികൾ, അരുളപ്പാടുകൾ കാതോർക്കുന്നു. അത് ഉത്തര മലബാറുകാരുടെ ഒരു വികാരമാണ്. പക്ഷെ ഇങ്ങ് അറബിക്കടലിനിപ്പുറം ഗൾഫിൽ ഒരു മുത്തപ്പ മടപ്പുര. അതാണ് കഴിഞ്ഞ 16 വർഷങ്ങളായി UAE അയ്യപ്പ സേവാ സമിതിക്ക് കീഴിലുള്ള തിരുവപ്പന ആഘോഷ കമ്മിറ്റി മുടക്കമില്ലാതെ നടത്തിവരുന്നത്. 16 വർഷങ്ങൾക്ക് മുന്നേ UAE തിരുവപ്പന മഹോത്സവം തുടക്കമായത്. അതുവരെ ഇതുമാതിരിയുള്ള കേരളത്തിലുള്ള ചടങ്ങുകളൊന്നും ഇതിനു മുന്നേ ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. കേരളത്തിലെ എല്ലാ സാധാരണ ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ദൈവം മുത്തപ്പൻ, അതിൽ ജാതി മതഭേദമന്യേ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ദൈവം, ഒരു മുത്തപ്പൻ, അത് UAE കൊണ്ടുവരാനും UAE എല്ലാ എമിറേറ്റ്സിലുള്ള ജനങ്ങളെയും അതിൽ പങ്കാളികളാക്കാനും, കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലയിൽ മാത്രം ഒതുങ്ങിക്കൊടുന്ന മുത്തപ്പൻ സങ്കല്പത്തിൽ നിന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും അതിൻ്റെ ഒരു വ്യാപ്തി, അതിൻ്റെ ഒരു ചൈതന്യം മനസ്സിലാക്കാൻ നമ്മളെ ദുബായ് മുത്തപ്പൻ തിരുവപ്പന മഹോത്സവത്തിൻ്റെ കൂട്ടായ്മ കഴിഞ്ഞു എന്നാണ് നമ്മളൊരു ചാരിതാർത്ഥ്യം. പണ്ടൊക്കെ ദുബായിലായിരുന്നു മുത്തപ്പൻ എഴുന്നള്ളിയിരുന്നത്. ഇപ്പോൾ സ്ഥിരമായി അത് അജ്മാൻ ഇന്ത്യൻ അസോസിയേഷനിൽ ആയെന്ന് മാത്രം. എല്ലാ വർഷവും 15 മുതൽ 20,000 വരെ ആൾക്കാർ ഇതിൽ പങ്കെടുക്കലുണ്ടായിരുന്നു. അതായത് ശനിയാഴ്ച ഉച്ച മുതൽ തുടങ്ങുന്ന ആൾക്കാരുടെ വരവ് ഞായറാഴ്ച വൈകിട്ട് 8-9 മണി വരെ ഉണ്ടാവും. മുടി അഴിക്കലോടുകൂടി ദൈവത്തിനെ കൈപിടിക്കുക എന്നുള്ള ഒരു സങ്കല്പത്തിൽ എല്ലാ ജാതി മത വ്യത്യാസമന്യേ എല്ലാവരും വന്ന് ദൈവത്തിൻ്റെ കൈപിടിച്ച് അനുഗ്രഹം വാങ്ങിക്കുക എന്നുള്ളതാണ് ഈ മുത്തപ്പ ചൈതന്യം മറ്റുള്ള സങ്കല്പങ്ങൾ വ്യത്യസ്തമായിട്ടുള്ളത്. ഇവിടെ എത്തിയാൽ ഇത് അജ്മാൻ ഇന്ത്യൻ അസോസിയേഷൻ ആളാണെന്ന് തോന്നില്ല. തീർത്തും പുരളിമലയിലെത്തിയ ഒരു പ്രതീതി. എവിടെയും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം. സ്ത്രീ പുരുഷ ഭേദമില്ലാതെ മുത്തപ്പ സന്നിധിയിലേക്ക് ഭക്തജനങ്ങൾ ഒഴുകിയെത്തുകയായിരുന്നു. ആവലാദികളും വേവലാദികളുമായി എത്തിയവർ അവരുടെ സങ്കടങ്ങൾ മുഴുവൻ മുത്തപ്പ സന്നിധിയിൽ അർപ്പിച്ചു. വേദനകൾ പറഞ്ഞറിയിച്ചു. അതെല്ലാം ഒരു കാരണവരുടെ കരുതലോടെ മുത്തപ്പൻ കേട്ടു. പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു. അനുഗ്രഹങ്ങൾ നൽകി തിരിച്ചയച്ചു. നിങ്ങളിലുള്ള സ്നേഹമാണ് കേട്ടാ. നിങ്ങളെല്ലാവരും തരുന്ന സ്നേഹമാണ് ഇവിടെ ധനം കേട്ടാ. മക്കളുടെ വീട്ടിൽ 2 വഴികളിച്ച് നിറഞ്ഞ സംതൃപ്തിയോടെയാണ് ഭക്തജനങ്ങൾ ഇവിടെ നിന്നും മടങ്ങുന്നത്. അതാ മുഖങ്ങളിൽ വ്യക്തമാണ്. അതാണ് തിരുവപ്പന മഹോത്സവത്തിന്റെ വിജയവും. ഒരിക്കലെത്തിയവർ പിന്നെയും പിന്നെയും എത്താൻ കൊതിക്കുന്ന സാന്നിധ്യം. അതെ, മുത്തപ്പൻ
ഉത്തര മലബാറുകാരുടെ സ്നേഹത്തിന്റെ പ്രതീകമാണ്. കരുതലിന്റെയും വാത്സല്യത്തിന്റെയും സാന്നിധ്യവും. ഏപ്രിൽ 5 ശനിയാഴ്ച മലയിറങ്ങിയ മുത്തപ്പൻ പിറ്റേന്ന് വൈകുന്നേരം മുടിയഴിക്കൽ ചടങ്ങോടെ തിരിച്ചുപോയി. ഇനിയും അടുത്ത വർഷം വരാമെന്ന ഉറപ്പോടെ ഇനി ആ കാത്തിരിപ്പിലാണ് ഉത്തര കേരളത്തിലെ ഓരോ മുത്തപ്പ ഭക്തനും.